വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഈ ഒരു സബ്ജക്റ്റ് ഇന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. അത് മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തതാണ്. സോ വളരെ നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ, നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. ഫസ്റ്റ് സെമസ്റ്റർ MCOM ഡിഗ്രി റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ നവംബർ 2024 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ഡിസിഷൻസ്. പാർട്ട് എയില് നമുക്ക് 7 ചോദ്യങ്ങളാണ്. അതിൽ 4 എണ്ണം എഴുതാം. സ്റ്റേറ്റ് ദി ഡിഫറെന്റ് ടെക്നിക്സ് ഓഫ് ANOVA, analysis of variance. Then discrete and continuous probability distribution difference. Scope of QT വളരെ ഈസി. Then sign test എന്താണ് അതിന്റെ assumption. Then advantages and disadvantages of SPSS ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞൊരു ചോദ്യം. Then non parametric test എന്താണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, സം ഓഫ് ഇറ്റ്സ് ടൈപ്സ് നമ്മൾ എന്തായാലും നോക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. Then null hypothesis എന്താണ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താണ്, അതും പറഞ്ഞ ചോദ്യം. സോ ഇതിൽ നിന്ന് 4 എണ്ണം കിട്ടാൻ ഒരു പാടുമില്ല. സോ ഇതാണ് പാർട്ട് എ. പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണോ എന്നുള്ള പലതും. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8, ഡിഫൈൻ കോറിലേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ, വളരെ ഈസി. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ബോക്സ് കണ്ടെയ്ൻ 100 പ്രോബിലിറ്റിയിൽ നിന്നുള്ളൊരു പ്രോബ്ലം ആണ്. 20 ഓഫ് ഇറ്റ്സ് ഡിഫക്റ്റീവ് ആണ്. ഇൻഡിക്കേറ്റ് വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞ തിയറി, SAക്കോ 3 വെയിറ്റേജിൻ്റെയിലോ ഏതെങ്കിലും വരുന്നു പറഞ്ഞതാണ്. സോ അതും ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 11, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഡീറ്റെയിൽസും ഒക്കെ തന്ന ഹൈപ്പോസിസ് ആണ്. ടെസ്റ്റ് അറ്റ് 95 കോൺഫിഡൻസ് ലെവൽ, ദാറ്റ് മീൻസ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12, അതും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. 4 coins were tossed 160 times and following results were obtained. Number of heads details under the assumption that the coins are balanced. Find the expected frequency of getting 0, 1, 2, 3. Goodness of it test ചെയ്യാൻ വേണ്ടിയിട്ട്. Then question number 13, correlation, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യം. Spearman's coefficient of correlation between the two kinds of assessment of graduate students പെർഫോമൻസ് ഇൻ കോളേജ്. ഓക്കെ, അപ്പോൾ സ്പിയർമെൻ്റെ ആണ്, കാൾ പിയേഴ്സൺ അല്ല. സ്പിയർമെൻ്റെ റാങ്ക് കോറിലേഷൻ ആണ് അത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, ഫാക്ടറിയുടെ ഡീറ്റെയിൽസ്, ഡിഫക്റ്റീവ്, നമുക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് പാർട്ട് ബിയിൽ. 4 എണ്ണം കിട്ടാനൊരു പാടുമില്ല. ഇപ്പോൾ തിയറി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കോറിലേഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനും തിയറി കിട്ടി, കോറിലേഷൻ്റെ ചെയ്യാം. പ്രോബ്ലം 3 എണ്ണമായി, ബാക്കി ഏതെങ്കിലും ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, പോയിസോൺ ചെയ്യാം. സോ 4 എണ്ണം അവിടെയും ഈസിയാണ്. SA വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 15 ANOVA വന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16 റിഗ്രഷൻ, വളരെ ഈസി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 കണ്ടിൻജൻസി ടേബിൾ അവൈലബിൾ ആണ്. നമുക്ക് ഡിഫക്റ്റീവ് ടേൺ, is it possible that the number of defective depends upon the shift run by them? നമ്പർ ഓഫ് ഷിഫ്റ്റ്സ് തന്നിട്ടുണ്ട്, വീക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 17നേക്കാൾ കൂടുതൽ കുട്ടികൾ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 16ഉം അതുപോലെ തന്നെ 15ഉം ആണ്. ദെൻ 18 തിയറി ഉണ്ട്, അതിലോട്ടും വേണമെങ്കിൽ പോകാം. ഇപ്പോൾ പാർട്ട് ബി ANOVAയും റിഗ്രഷനും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് QT എക്സാം. എല്ലാവരും കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നൊരു പേപ്പർ ആയിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ അത് അവസാനിച്ചു കേട്ടോ. സോ വരും എക്സാമുകളുടെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.